ഫ്രണ്ട്സ്, ഇന്നും ഞാൻ പറഞ്ഞ പോലെ ഇപ്പുറത്തുള്ള എൻ്റെ കുറച്ച് വെറൈറ്റികളെ കാണിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും അനുഗ്രഹിക്കണം. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വൈറ്റ് പിയോണി എന്നൊരു വെറൈറ്റിയാണ്. വൈറ്റ് പിയോണി ഇതിൽ അനേകം പൂക്കളുണ്ടായി കേട്ടോ. ഇപ്പോൾ രണ്ട് മുട്ടുകളേ ഉള്ളൂ. ഇന്നലെ ഞാൻ അമ്പലത്തിലേക്ക് ഒരു 5 മുട്ട് ഇതിൽ നിന്ന് പൂ വിരിയാറായത് കൊടുത്തയച്ചു. പിന്നെ ഇത് കുടമുല്ലയാണ്. കുടമുല്ല നമ്മുടെ സാധാരണ മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള താമരയിലത്തെ കുടമുല്ല. ഇതിലൊക്കെ നിറയെ ബഡ്ഡുകളാണ് കേട്ടോ. നിറയെ ബഡ്ഡുകളാണ്. ഓരോ ലീഫിൻ്റെ ഇടയിലും ഇങ്ങനെ ബഡ്ഡുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോണാവോ? ഇതൊക്കെ ബഡ്ഡുകളാണ്. ഇലരടിയിലൊക്കെ ബഡ്ഡുകളാണ്. ഇത് ബുജ്ജ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല വലുപ്പത്തിൽ പോയിട്ട് കണ്ടോ, നീളം കണ്ടോ, എന്നെക്കാളും വലുതായിട്ട് നിൽക്കുന്നത്. ഇത്രയും നീളത്തിൽ പോയിട്ട് പൂവുണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു പൂ വിരിഞ്ഞതാണിത്. ബുജ്ജയാണ്. നല്ല വലുപ്പമുള്ള പൂവാണ് കേട്ടോ. 2 കൈ കൊണ്ട് നമുക്ക് താങ്ങി പിടിക്കാൻ പറ്റുന്ന അത്രയും വലുപ്പമുള്ള പൂവാണ്. ഇത് ആദ്യത്തെ പൂവായിട്ടാണ് ഇങ്ങനെ. ഇത് ഇനി വരുന്നതൊക്കെ അതിലും വലിയ വലിയ പൂക്കളായിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കർണയാണ്. കർണ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എന്താ പറയുക, നടുക്കിൽ മുത്തുകൾ കോർത്ത പോലെ, മുത്ത് പതിപ്പിച്ച പോലത്തെ ഒരു പൂവാണ്. കർണയ്ക്ക് ഇവിടെ മുട്ട്, ഇവിടെ മുട്ട്, അടിയിലൊക്കെ മുട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കർണ എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിന് നമ്മുടെ ഡോമൻസ് പീരീഡ് ഒന്നും ഇവിടെ ബാധകമല്ല. ഇത് ഞാനൊരു റണ്ണർ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഗ്രീൻ ആപ്പിൾ. അതിൻ്റെ മുട്ട് കണ്ടോ, ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ഇത് നല്ല വലുപ്പമൊന്നും വന്നിട്ടില്ല. 1-2 ഇല. ഇപ്പോൾ ഒരു ഇല മാത്രമാണ് ഒന്ന് വലുതായി വന്നിരിക്കുന്നത്. ഇതിവിടെ ഒരു ഇല താഴത്തെ വന്നിട്ടുള്ളൂ, പക്ഷേ മുട്ടിട്ടിട്ട് ഉണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഗ്രീൻ ആപ്പിൾ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. പിന്നെ ഇവിടെയൊക്കെ ബുജ്ജയുടെ വേറെ വെറൈറ്റിയാണ്. 2-3 തരത്തിൽ തന്നെ ബുജ്ജ ഉണ്ട്. ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതിലൊക്കെ ഇത് കാവേരിയാണ്. ഇത് ഭീമാണ്. ഇത് ഒക്ടോബേഴ്സാണ്. അങ്ങനെ ഇത് അഖിലയാണ്. അഖിലയൊക്കെ ഇപ്പോൾ വലുതായി വരുന്നേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇത് സുഭദ്രയാണ്. സുഭദ്രയൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇലകളൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കണം. പെട്ടെന്നൊക്കെ മുട്ടുകൾ വരുന്ന വെറൈറ്റികളാണ് എല്ലാതും. താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.